ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിനടുത്തുള്ള സെൻട്രൽ പാർക്കിലാണ്. ഇന്ന് നമുക്ക് യുകെയും അമേരിക്കയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടുത്തെ ഫുഡ് ഐറ്റംസിന് എന്ത് വില വ്യത്യാസമുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ യുകെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലും ലണ്ടനും തമ്മിലുള്ള വില വ്യത്യാസം എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. അത്യാവശ്യ സാധനങ്ങളുടെ വില എളുപ്പത്തിൽ മനസ്സിലാക്കാനായി ഇന്നത്തെ റേറ്റിൽ ഇന്ത്യൻ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 2.25 ലിറ്റർ പാലിന് യുകെയിൽ 170 രൂപയാണെങ്കിൽ അമേരിക്കയിൽ അത് 290 രൂപയാണ്. എല്ലാ ബേസിക് ഐറ്റംസിന്റെയും കാര്യത്തിൽ ഈ വില വ്യത്യാസം അമേരിക്കയിൽ പ്രകടമാണ്. പോർക്ക് മീറ്റിന് അധികം വില വ്യത്യാസമില്ല. യുകെയിലാണെങ്കിൽ 440 രൂപയും അമേരിക്കയിൽ അത് 581 രൂപയുമാണ്. ആപ്പിളിന് യുകെയിൽ 152 രൂപയാണെങ്കിൽ അമേരിക്കയിൽ അത് 348 രൂപയാണ്. യുകെയിൽ മാമ്പഴത്തിന് ഒരെണ്ണത്തിന് 152 രൂപയാണെങ്കിൽ അമേരിക്കയിൽ അത് 208 രൂപ. വാഴപ്പഴം യുകെയുമായി താരതമ്യം ചെയ്യുമ്പോൾ 3 ഇരട്ടിയിലധികമാണ് അമേരിക്കയിലെ വില. നമ്മൾ ഉപയോഗിക്കുന്ന അത്യാവശ്യ സാധനങ്ങളുടെയൊക്കെ വിലയിൽ 2-3 ഇരട്ടിയാണ് അമേരിക്കൻ മാർക്കറ്റിലെ വില. സാധാരണ സൂപ്പർ മാർക്കറ്റിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ വില വ്യത്യാസം നമുക്ക് കാണാനാവുക. യുകെയിൽ മിക്ക സാധനങ്ങളും കിലോയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അമേരിക്കയിൽ അത് LBയിലാണ്. ഒരു LB എന്നാൽ 1/2 കിലോയിൽ താഴെ മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ 454 ഗ്രാമാണ് ഒരു LB. അതിനുള്ള വിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വില വ്യത്യാസം പെട്ടെന്ന് ദൃശ്യമാവുകയുമില്ല. പച്ചക്കറികളുടെ വിലയിൽ വലിയ വില വ്യത്യാസമാണ് കാണാനാവുക. പല പച്ചക്കറികൾക്കും 6-7 ഇരട്ടിയാണ് സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ അമേരിക്കയിൽ നൽകേണ്ടത്. അമേരിക്കയും കാനഡയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വിലക്കുറവ് യുകെയിൽ തന്നെയാണെന്ന് മനസ്സിലാകും. യുകെയിൽ സാധനങ്ങളുടെ വില പ്രദർശിപ്പിച്ചിരിക്കുന്നത് ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടാണെങ്കിൽ അമേരിക്കയിൽ അങ്ങനെയല്ല. ടാക്സ് ഈ വിലയ്ക്ക് പുറമെ നമ്മൾ നൽകണം. അതുകൂടി കണക്കാക്കുമ്പോൾ വില വീണ്ടും വർദ്ധിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ന്യൂയോർക്കിലെ ഒരു സാധാരണ സൂപ്പർ മാർക്കറ്റാണ്. എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണെങ്കിലും അതിൻ്റെ വിലയിലുള്ള വ്യത്യാസമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയാത്ത അത്രയും വിലക്കയറ്റമാണ് US-ലെങ്കും ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിൽ താമസിക്കുന്ന ഫാമിലിയുമായി ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്, അവർക്ക് കിട്ടുന്ന സാലറിയുടെ 80% വരെ അവർക്ക് ചിലവിനായി മാറ്റിവെക്കേണ്ടി വരും. ബാക്കി സേവിങ്സ് ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാർക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇത് അമേരിക്കയിലെ ടൊമാറ്റോയുടെ വിലയാണ്. 3.99 ആണ് ഒരു LBക്ക് നൽകേണ്ടത്. അതായത് 332 രൂപ. 1 കിലോയ്ക്ക് 665 രൂപയോളം. ഇത് യുകെയിലെ വിലയാണെങ്കിൽ 1 പൗണ്ടോ 1.5 പൗണ്ടോ മാത്രമാണ് 1 കിലോ ടൊമാറ്റോയ്ക്ക് യുകെയിൽ നൽകേണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്ന് തന്നെയാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയിൽ എത്തുമ്പോൾ നമ്മുടെ പ്രതീക്ഷയും ആ ഒരു ലെവലിൽ തന്നെയായിരിക്കും. എന്നാൽ അത്തരം പ്രതീക്ഷകളുമായി അമേരിക്കയിലോട്ട് എത്തുമ്പോൾ തീർച്ചയായും നിരാശ തന്നെയായിരിക്കും ഫലം. ഇപ്പോൾ നമുക്ക് ഈ റോഡിലേക്ക് തന്നെ നോക്കാം. ഇവിടുത്തെ ഈ മൺഹോളുകളെല്ലാം വളരെ ഡേർട്ടിയാണ്. അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പലപ്പോഴും റോഡുകളെല്ലാം കട്ടറായിട്ടുള്ള, അതുപോലെ തന്നെ സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി യാതൊരു എഫേർട്ടും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഈ സ്ട്രീറ്റുകളിലൂടെ നമ്മൾ നടക്കുമ്പോൾ. ഈ സിറ്റിയിലൂടെ ഒന്ന് പോകാം, സിറ്റിയിലെ കാഴ്ചകളൊക്കെ കാണാം. അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് പ്രധാന വ്യത്യാസങ്ങളെന്ന് നോക്കാം. ഇപ്പോൾ സീബ്ര ലൈൻ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ആ സീബ്ര ലൈൻ എല്ലാം കംപ്ലീറ്റ്ലി മാഞ്ഞു പോയിരിക്കുന്നു. റോഡിൽ നമുക്ക് കാണാം യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത ലൈനുകളാണ് അവർ വരച്ചിരിക്കുന്നത്. അതെല്ലാം കംപ്ലീറ്റ്ലി മാഞ്ഞു പോയിരിക്കുന്നു. ഏറ്റവും പ്രധാന വ്യത്യാസം യുകെയുമായിട്ട് ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും ഇതുപോലെ ധാരാളം പോലീസ് വണ്ടികളും പോലീസുകാരും എപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ ഓരോ ഏരിയയിലും അവരെ അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അവിടെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് പോലീസ് ഫോഴ്സ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, രാത്രിയും പകലും ഇല്ലാതെ എപ്പോഴും എല്ലാ ജംഗ്ഷനുകളിലും തന്നെ ഇതുപോലെ ധാരാളം പോലീസ് വണ്ടികൾ ഉണ്ടാകും. ന്യൂയോർക്കിലെ പോലീസ് വണ്ടികളൊക്കെ ഇതുപോലെയാണ്. വെള്ള കളറിലുള്ള കാറാണ്. ഇപ്പോൾ യുകെയിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഗ്രീൻ സിഗ്നൽ വരും നമുക്ക് കടന്നു പോകാൻ വേണ്ടി, പെഡസ്ട്രിയൻസിന് കടന്നു പോകാൻ. ഇവിടെയാണെങ്കിൽ ഒരു വെളുത്ത ആളുടെ രൂപമാണ് അവിടെ വരിക. കാനഡയിലാണെങ്കിൽ ഒരു വെളുത്ത കൈപ്പത്തിയാണ് വരിക. ഓരോ രാജ്യങ്ങളിലും അതേപോലെ വ്യത്യാസമുണ്ട് ഓരോ റോഡ് സിഗ്നലുകളിലെല്ലാം. അമേരിക്കയിലെ ഒരു സിസ്റ്റം ആണെങ്കിൽ ഇതിങ്ങനെയാണ്. ഇപ്പോൾ റെഡ് ഹാൻഡാണ് വരുന്നതെങ്കിൽ നമുക്ക് കടന്നു പോകാനായി സാധിക്കില്ല. ഇനി ഇതുപോലെ റെഡ് ഹാൻഡ് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം. എത്ര സെക്കൻഡ് കൂടി അവിടെ കടന്നു പോകാൻ പറ്റുമെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഒരു കോമൺ ആയിട്ടുള്ള കാര്യം, യുകെയിലാണെങ്കിലും ന്യൂയോർക്കിലാണെങ്കിലും എല്ലായിടത്തും ധാരാളം പാർക്കുകളുണ്ട്. ഗ്രീൻ അറ്റ്മോസ്ഫിയർ എല്ലായിടത്തും നിലനിർത്തിയിരിക്കുന്നു. ഇപ്പോൾ വിമാനത്തിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ തന്നെ എല്ലായിടത്തും ആ ഒരു ഗ്രീൻ അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാനുമാകും. മറ്റൊരു പ്രത്യേകത, ഈ പാർക്കുകളിലൊക്കെ നമ്മൾ വരുമ്പോൾ അത്രയ്ക്ക് ക്ലീൻ അല്ല, വൃത്തിഹീനമായിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ കിടക്കുന്നത്. അമേരിക്കയിൽ, യുകെയിൽ എല്ലായിടത്തും വളരെ ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ സിറ്റി മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ വളരെ പരിതാപകരമായ കാര്യമാണുള്ളത്. അതുമാത്രമല്ല, ഇതുപോലെ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് ഇവിടെ എല്ലാം കിടക്കുന്ന ആളുകളെ കോമണായിട്ട് കാണാം. അതുമാത്രമല്ല, ഭിക്ഷ യാചിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ന്യൂയോർക്ക് സിറ്റിയിൽ എല്ലായിടത്തും. നമ്മൾ എവിടെ ഇറങ്ങിയാലും ക്യാഷ് തരാമോ എന്ന് ചോദിച്ചു വരുന്ന ധാരാളം പേരുണ്ട്. യുകെയിലും അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട് സിറ്റി ഏരിയയിലെങ്കിലും അത്രയ്ക്ക് കോമൺ അല്ല. പക്ഷേ ഇവിടെ വ്യാപകമാണ്. ഇവിടെ എല്ലായിടത്തും തന്നെ ധാരാളം ഭിക്ഷ യാചിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലാണെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ എല്ലാം ഉള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റികളാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഉള്ളതെങ്കിൽ ഇപ്പോൾ
അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക. അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ സിറ്റിയാണ് ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. ഇന്റർനാഷണൽ കമ്പനികളുടെ എല്ലാം ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന പ്രധാന ഏരിയ കൂടിയാണത്. പക്ഷേ ഇവിടെ സിറ്റിയിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. കട്ടറുള്ള റോഡുകൾ, ഇതുകളിലെല്ലാം വളരെ വൃത്തിഹീനമായ ഫുട്പാത്തുകൾ. അമേരിക്കയിൽ വരുന്നതിന് മുൻപ് നമ്മൾ വിസിറ്റ് ചെയ്ത പല രാജ്യങ്ങളിലും വളരെ ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് കാണാനായത്. നമുക്ക് ഏത് പബ്ലിക് പ്ലേസുകളിൽ വേണമെങ്കിലും നമുക്ക് പോയി ഇരിക്കാം. ടൈംസ് സ്ക്വയർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വന്നാൽ നമുക്ക് ബാഗ് നിലത്ത് വയ്ക്കാൻ പോലും നമുക്ക് പറ്റില്ല. വളരെ ഡേർട്ടി ആയിട്ടുള്ള പ്ലേസ് ആണ് ഇവിടെ എല്ലായിടത്തും ഉള്ളത്. ഇപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന യൂറോപ്യൻ സിറ്റികളുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ വളരെ മോശം ഒരു അവസ്ഥ തന്നെയാണ് അമേരിക്കയിൽ ഉള്ളത് എന്ന് പറയാം. ഇപ്പൊ നമുക്ക് റോഡൊക്കെ കാണാം, എത്ര ഡേർട്ടി ആയിട്ടാണ് ഈ റോഡുകളെല്ലാം കിടക്കുന്നതെന്ന്. അത് മാത്രമല്ല ഇപ്പൊ റോഡെല്ലാം വളരെ ഡേർട്ടി ആയിട്ടുള്ള ലുക്കാണ് എല്ലായിടത്തും ഉള്ളത്. യാതൊരു മെയിൻ്റനൻസും ഇല്ല. അതുപോലെ തന്നെ ഇപ്പൊ സൈക്കിൾ യാത്രക്കാരൊക്കെ അവിടെ പോകുമ്പോഴേക്കും ആ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അതെല്ലാം വളരെ ഇളകി കിടക്കുന്ന രീതിയിലാണ്. ഇപ്പൊ നമുക്കിത് കാണാം, ഇതെല്ലാം വളരെ അൺസേഫ് ആയിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. സേഫ്റ്റിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് അമേരിക്കയെങ്കിലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി നമ്മൾ കാണുമ്പോൾ വളരെ പരിതാപകരവുമാണ്. ഇതുപോലുള്ള ഒരു വെന്റിലേഷൻ നമുക്ക് ഫുട്പാത്തിന് സമീപത്ത് എല്ലായിടത്തും കാണാം. എന്നാൽ അതിനടിയിലൂടെ അണ്ടർഗ്രൗണ്ട് ട്രെയിനുകൾ പാസ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണിത്. വലിയൊരു ശബ്ദമാണ് നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ, ഫുട്പാത്തിലൂടെ നടക്കുമ്പോഴെല്ലാം ട്രെയിൻ അടിയിലൂടെ പോകുന്നതിന്റെ ശബ്ദമാണ് നമുക്കിവിടെ എല്ലായിടത്തും എപ്പോഴും കേൾക്കാനാവുക. യുകെയിലും യൂറോപ്പിലുമൊക്കെ അണ്ടർഗ്രൗണ്ട് ട്രെയിനുകളൊക്കെ പോകുന്നത് നമ്മളറിയാതെയാണ്. വളരെയധികം താഴ്ചയിലൂടെയാണ് അത് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ യാതൊരു ശബ്ദവും നമുക്ക് എങ്ങും കേൾക്കാനാകില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഫുട്പാത്തിലൂടെ നടക്കുമ്പോഴെല്ലാം അണ്ടർഗ്രൗണ്ട് ട്രെയിനുകളുടെ വലിയൊരു ശബ്ദമാണ് നമുക്ക് എല്ലായിടത്തും കേൾക്കാനാവുക. ട്യൂബ് ട്രെയിനുകളുടെ വലിയ ശബ്ദമാണ് ഈ സൈഡിലൂടെ നടക്കുമ്പോഴെല്ലാം ഉള്ളത്. ഇപ്പോൾ ഇവിടെ വലിയ റെസ്റ്റോറൻറ്റുകളും ചെറിയ റെസ്റ്റോറൻറ്റുകളും എല്ലായിടത്തും നമുക്ക് കാണാനാകും. ഇതുപോലെ ചെറിയ പെട്ടിക്കടകൾ വളരെ കോമൺ ആണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ചെറിയ സ്ട്രീറ്റുകളിലൊക്കെ പോകുന്നത് പോലെ തന്നെ ധാരാളം ചെറിയ പെട്ടിക്കടകളുണ്ട്. അവിടെയെല്ലാം ഫുഡ് വിൽക്കുന്ന രീതിയുണ്ട്. യുകെയിൽ നമുക്ക് എങ്ങും തന്നെ ഈ ഒരു രീതി നമുക്ക് കാണാനായി സാധിക്കില്ല. വഴി സൈഡിലെല്ലാം ഇതുപോലെ ഫുഡ് വിൽക്കുന്നത് നമുക്ക് കോമൺ ആയിട്ട് കാണാം ന്യൂയോർക്കിലെ പ്രധാന സിറ്റികളിലെല്ലാം. ഇപ്പൊ പലരും കരുതിയിരിക്കുന്നത് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കാം, കൂടുതൽ സാലറി ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇപ്പൊ നഴ്സുമാരുടെ കാര്യം ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 4 ലക്ഷം മുതൽ 5 ലക്ഷം രൂപയാണ് ഒരു നഴ്സിന് ശരാശരി ഒരു മാസം ലഭിക്കുകയെങ്കിൽ ആ കിട്ടുന്ന ക്യാഷ് അത്ര തന്നെ ചെലവാക്കേണ്ട ഒരു സാഹചര്യമാണ് അമേരിക്കയിൽ ജോലി ചെയ്യുന്നവർക്കുള്ളത്. കാര്യമായി സേവിങ്സ് ഒന്നുമില്ല. അമേരിക്കയിൽ വന്നാൽ ഒരു വീട് വാങ്ങിയാൽ ജീവിതകാലം മുഴുവൻ അതിന്റെ പേയ്മെന്റ് അടയ്ക്കണമെന്നാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായം. അതല്ലെങ്കിൽ വളരെ മികച്ച ഒരു ജോലി ലഭിക്കുന്ന സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും സാധാരണ സ്കിൽഡ് ജോലികൾക്ക് വരുന്നവർക്ക് ഇവിടെ താമസിക്കുക, സർവൈവ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ യുകെയിലാണെങ്കിൽ വീടുകളുടെ വിലയും തിരിച്ചടവും മറ്റു കാര്യങ്ങളും ഒക്കെ പരിഗണിക്കുകയാണെങ്കിൽ കുറേ നാളുകൊണ്ട് തന്നെ നമുക്ക് വീട് വാങ്ങാനും നല്ലൊരു ക്യാഷ് സേവ് ചെയ്യാനും പറ്റുന്ന ഓപ്ഷൻ യുകെയിൽ തന്നെയാണ് കൂടുതൽ എന്ന അഭിപ്രായമാണ് അമേരിക്കയിൽ താമസിക്കുന്നവർ പങ്കുവയ്ക്കുന്നത്. അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴേക്കും അവർക്ക് വീട് വാങ്ങുന്നതിനുള്ള ബാങ്ക് ലോണുകളൊക്കെ ലഭിക്കുമെങ്കിലും അതിൻ്റെ തിരിച്ചടവ് ജീവിതകാലം മുഴുവൻ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ കടത്തിലോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അമേരിക്കയിൽ ജീവിക്കുന്നവർക്കുള്ളത്. കൂടുതൽ സാലറി കിട്ടിയാലും കൂടുതൽ ക്യാഷ് ചെലവാക്കേണ്ട ഒരു സാഹചര്യത്തിൽ അധികം സേവിങ്സ് ഒന്നും ഉണ്ടാകില്ല. സാധനങ്ങളുടെ വില നോക്കുകയാണെങ്കിൽ യുകെയിനേക്കാളും ഇരട്ടിയോ അതിലധികവുമാണ് അത്യാവശ്യ സാധനങ്ങളുടെയും വില. ഫുഡ് ഐറ്റംസിന്റെ കാര്യത്തിൽ മാത്രമല്ല, അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി കടയിൽ കയറിയാലും ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുകയാണെങ്കിൽ യുകെയിൽ ഇപ്പോൾ 2-3 പൗണ്ട് നൽകേണ്ട ഐറ്റംസിന് ഇവിടെ $8-10 നൽകേണ്ടത്. ഇരട്ടിയിലധികമാണ് സാധാരണ സാധനങ്ങളുടെ ഒക്കെ വില. അതുകൊണ്ട് തന്നെ ജീവിത ചെലവ് വളരെ അധികമാണ്. മറ്റു രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സാലറി കിട്ടുന്നതുകൊണ്ട് മാത്രം കാര്യമല്ല, സേവിങ്സിന്റെ കാര്യത്തിൽ വളരെ കുറച്ച് മാത്രമാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോസിബിൾ ആയിട്ടുള്ളൂ. മറ്റൊരു പ്രധാന ഡിഫറൻസ് യുകെയും അമേരിക്കയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ എന്ത് സർവീസ് വാങ്ങിയാലും എന്ത് സാധനം വാങ്ങിയാലും അവിടെ ടിപ്പ് നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവർ ചോദിച്ചു വാങ്ങും. ഇപ്പോൾ ഒരു ടാക്സി വിളിക്കുകയാണെങ്കിൽ, ഫുഡ് ഐറ്റംസ് വാങ്ങുകയാണെങ്കിൽ എല്ലാം അവിടുത്തെ ബില്ല് മാത്രം നൽകിയാൽ പോരാ, അത് ടിപ്പ് നിർബന്ധമായി നൽകേണ്ട ഒരു പൊതുവായ രീതിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ $5-10 നമ്മൾ ടിപ്പായിട്ട് നൽകണം. ഇപ്പോൾ ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ ആ ടാക്സിയുടെ ചാർജ് മാത്രമല്ല, അതിന് അഡീഷണലായിട്ട് ഈ ഒരു ടിപ്പ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നൽകിയില്ലെങ്കിൽ അവർ ചോദിച്ചു വാങ്ങും. ഇനി ബസ്സിൽ കയറിയാലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ടിപ്പ് അവർ ആവശ്യപ്പെടാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നൽകിയാൽ മതിയെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ അവരത് ചോദിച്ചു വാങ്ങുകയും ചെയ്യും. ഞാനിങ്ങോട്ട് വരുന്നതിന് മുൻപായിട്ട് പലരും ഇക്കാര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കറൻസികളും കൊണ്ടുവന്നു. ഇപ്പോൾ യുകെയിലാണെങ്കിൽ നമ്മളിപ്പോൾ £1 പൗണ്ടിന്റെ ഒരു സാധനം വാങ്ങി 99p ഉണ്ടെങ്കിൽ ആ 1p കൃത്യമായിട്ട് അവർ തിരിച്ചു തരും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ 100 രൂപ നമ്മൾ നൽകി 99 രൂപയാണ് ആ സാധനത്തെങ്കിൽ അവർ 1 രൂപ തിരിച്ചു തരുമോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ യുകെയിൽ അങ്ങനെയല്ല, കൃത്യമായിട്ട് ആ ഒരു പെൻസ് നമുക്ക് തിരികെ തരും. ഇനി നമ്മളത് ടിപ്പ് പോലെ തിരികെ നൽകുകയാണെങ്കിൽ അതവർ വാങ്ങില്ല. അത് അവരൊരു ചാരിറ്റി ബോക്സിലോട്ട് അവരിടുകയുള്ളൂ. അവർ സ്വീകരിക്കില്ല. കാരണം അതൊരു പ്രൗഡായിട്ട് അഭിമാനത്തിന്റെ പ്രശ്നമായിട്ടാണ് യുകെയിലൊക്കെ കാണുന്നതെങ്കിൽ അമേരിക്കയിൽ നേരെ വിപരീതമാണ്. മറ്റൊരു പ്രധാന കാര്യമാണ് യുകെയിലെ ജനങ്ങളാണ് കൂടുതൽ പൊളൈറ്റ് എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. എങ്കിലും പൊതു സാഹചര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ യുകെയിൽ ഹൈലി റെസ്പെക്റ്റീവ് ആയിട്ടുള്ളൊരു
സിസ്റ്റമാണ് നിലനിൽക്കുന്നത്. എല്ലാവരും വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റമാണ് നിലനിൽക്കുന്നതെങ്കിൽ അമേരിക്കയിൽ അല്പം വ്യത്യാസമാണ് ഇവിടുത്തെ ആളുകളുടെ സംഭാഷണവും കാര്യങ്ങളും എല്ലാം. UK ബ്രിട്ടീഷ് ആക്സെന്റ് ആണെങ്കിൽ ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു ആക്സെന്റ് ആണ്. അമേരിക്കൻ ആക്സെന്റ് ആണ് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുക. ഇംഗ്ലീഷ് വളരെ വ്യത്യസ്തമായ ഇംഗ്ലീഷാണ്. അതുപോലെ സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിലും സംഭാഷണത്തിലും പ്രൊനൗൺസിയേഷനിലും ആക്സെന്റിലും എല്ലാം വളരെ വ്യത്യാസമുണ്ട് അമേരിക്കയിൽ എത്തിക്കഴിയുമ്പോൾ. ഇന്ത്യൻ ഇംഗ്ലീഷുമായിട്ട് ഒട്ടേറെ സാമ്യതകളുണ്ട്. അമേരിക്കൻ ഇംഗ്ലീഷുമായിട്ട് കൂടുതൽ ഹാർഡ് ആക്സെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ബ്രിട്ടീഷ് ആക്സെന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ. മറ്റൊരു പ്രധാന ഡിഫറൻസ് ലണ്ടൻ സിറ്റിയും ന്യൂയോർക്ക് സിറ്റിയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ വലിയ ബിൽഡിങ്ങുകൾ എല്ലായിടത്തും കാണാം. 100-150 നിലയുള്ള ധാരാളം ബിൽഡിങ്ങുകൾ, 100-ലധികം നിലകളുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ വളരെ കോമൺ ആണ്. അത് എല്ലായിടത്തും നമുക്ക് കാണാനുമാകും. എന്നാൽ ലണ്ടനിലാണെങ്കിൽ ഇത്രയധികം ഉയരമുള്ള ബിൽഡിങ്ങുകൾ അധികമില്ല. വളരെ ചുരുക്കം ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ ഇത്രയും ഉയരത്തിലുള്ളത്. പുതിയ ബിൽഡിങ്ങുകൾ ധാരാളം ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നു. അത്തരം ബിൽഡിങ്ങുകളുടെ നിർമ്മാണങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. എല്ലായിടത്തും ഇതുപോലെ കൺസ്ട്രക്ഷൻ പുരോഗമിക്കുകയാണ്. ഇനി റോഡിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ അവിടെയെല്ലാം കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് എല്ലായിടത്തും ഫീൽ ചെയ്യുകയും ചെയ്യും. ക്ലൈമറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ UK-യുമായി സാമ്യമുള്ള ക്ലൈമറ്റ് തന്നെയാണെങ്കിലും ഇവിടെ തണുപ്പ് വരുമ്പോൾ കൂടുതൽ തണുപ്പായിരിക്കും. അതുപോലെ ചൂട് കാലാവസ്ഥയാണെങ്കിലും നല്ല ചൂടായിരിക്കും. എന്നാൽ UK-യിലെ ഒരു മോഡറേറ്റ് വെതറാണ്. ഇത്രയധികം എക്സ്ട്രീം ആയിട്ടുള്ള തണുപ്പോ കാര്യമായ ചൂടോ ലണ്ടൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകാറില്ല. ധാരാളം വ്യത്യാസങ്ങളാണ് ലണ്ടനും ന്യൂയോർക്ക് സിറ്റിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ. എങ്കിലും ജീവിക്കാൻ പറ്റുന്ന നല്ല അറ്റ്മോസ്ഫിയർ തന്നെയാണ് പൊതുവെ ഉള്ളത്. ജീവിത ചെലവിൻ്റെ കാര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ താങ്ങാനാകുന്നതിലധികം വലിയ ചെലവുകൾ തന്നെയാണ്. എത്ര സാലറി കിട്ടിയാലും UK-യിൽ 2 ലക്ഷമോ 3 ലക്ഷമോ സാലറി കിട്ടുന്ന അതുപോലെ തുല്യമാണ് ഇവിടെ 5 ലക്ഷമോ 6 ലക്ഷമോ സാലറി കിട്ടുകയാണെങ്കിൽ. കാരണം എല്ലാ സാധനങ്ങൾക്കും 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആണ് വില സാധാരണ നോർമൽ ഐറ്റംസിന്റെ കാര്യത്തിലെല്ലാം. ഇപ്പം നിങ്ങൾ ലണ്ടനിലോ ന്യൂയോർക്കിലോ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.